ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഉത്തർപ്രദേശ് പര്യടനത്തിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പങ്കെടുക്കുന്നു. ആഗ്രയിൽ യാത്രയെത്തിയപ്പോഴാണ് അഖിലേഷ് ഭാഗമായത്. ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുക എന്നതാണ് നിലവിലെ വെല്ലുവിളിയെന്ന് അഖിലേഷ് യാദവ്. BJP-യെ മാറ്റൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്നും അഖിലേഷ് പറഞ്ഞു. അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, അങ്ങനെ സീറ്റ് വിഭജനത്തിനുണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങളൊക്കെ പൂർത്തിയാക്കി SP കോൺഗ്രസ് സീറ്റ് വിഭജനം കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ഇഴയെടുപ്പത്തോടുകൂടി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ UP-യിൽ ഒരുമിച്ചുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഉറച്ച മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോടു കൂടി ഈ അഖിലേഷ് യാദവിൻ്റെ സാന്നിധ്യം ഒരു ആത്മവിശ്വാസമല്ലേ? തീർച്ചയായിട്ടും ഗൂഗിൾ, കാരണം ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കുമ്പോൾ അത് ഉത്തർപ്രദേശിലേക്ക് എത്തുമ്പോൾ ഉയർന്ന ചോദ്യമായിരുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇതിൽ പങ്കെടുക്കുമോ എന്നുള്ളത്. പക്ഷേ അതിൽ പല സൂചനകൾ, അതായത് ഈ സീറ്റ് വിഭജന ചർച്ചകൾ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള സൂചനകൾ അഖിലേഷ് യാദവ് നൽകിയിരുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി അതിലൊരു ഫലം കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടായി. സീറ്റ് വിഭജനം പ്രഖ്യാപിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെയാണ് അഖിലേഷ് യാദവ് ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി താൻ പങ്കെടുക്കുമെന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഇന്ന് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ പര്യടനം നടത്തുന്ന വേളയിൽ അഖിലേഷ് യാദവ് യാത്രയുടെ ഭാഗമായത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഖിലേഷ് യാദവും കൂടിയായിരുന്നു ആഗ്രയിൽ യാത്രയുടെ പര്യടനത്തിന്റെ ഭാഗമായി സംസാരിച്ചത്. അതിൽ അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിൽ ഒന്ന് രാജ്യത്ത് ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നതാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വെല്ലുവിളി ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP-യെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തൂ, ഒപ്പം തന്നെ രാജ്യത്തെ സംരക്ഷിക്കൂ എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടി അഖിലേഷ് യാദവ് ഉയർത്തുകയുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെ സംബന്ധിച്ച പ്രതീക്ഷകൾ കൂടി നൽകുന്ന ഒന്നാണ് ഈ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് യാത്രയുടെ ഭാഗമായി എത്തിയത്. എന്തായാലും UP-യിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉള്ള ഒന്നുകൂടിയാണ് ഈ അഖിലേഷ് യാദവ് യാത്രയുടെ ഭാഗമാകുമ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ എന്തായാലും അഖിലേഷ് യാദവും ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ഇരിക്കുകയാണ്. ശരി, അങ്ങനെ രാഹുലും അഖിലേഷും കൈകോർക്കുമ്പോൾ മോദിയുടെയും യോഗിയുടെയും ലക്ഷ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തടയിടാനാകുമോ എന്നതാണ് ആകാംക്ഷ. ഏതായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്, പ്രതീക്ഷ നൽകുന്നതാണ് അഖിലേഷ് യാദവിൻ്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയിലെ സാന്നിധ്യം.